ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥാ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അജയിനോട് ഒരു സജഷൻ പറയുന്നുണ്ട് ഭൂമി. അതായത് MLA മകൻ മരിച്ചതിന്റെ കൊലക്കേസ് അതെങ്ങനെയെങ്കിലും തെളിയിക്കാൻ വേണ്ടി നടക്കാണ് നമ്മുടെ അജയ്. അപ്പൊ അവിടെ അയാൾ മരിച്ച സമയത്ത് വെള്ളം മാത്രമേ കിടക്കുന്നുള്ളൂ, ടാപ്പിലൊന്നും വെള്ളം വരുന്നുമില്ല. അത് കേട്ട് ഭൂമി പറയണ്ട് അയാള് ഐസ് കഷ്ണം മുകളിൽ കയറ്റി വെച്ചിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം മരിക്കാൻ സമയത്ത് ഐസ് ഇങ്ങനെ മെൽറ്റായി പോയിക്കൊണ്ടിരിക്കുക, കഴുത്തില് കയറ് മുറുകിയിട്ട് മരിച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം അജയ് നമ്മുടെ ഭൂമിനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അജയ് ആലോചിക്കാണ് അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാണ് എന്ന് അജയ്ക്ക് മനസ്സിലാവാണ്. കാരണം അവിടെ വേറെ ആരുടെയും ഫിംഗർ പ്രിന്റ് ഇല്ല. അങ്ങനെ അജയ് നമ്മുടെ ഭൂമി എടുത്തൊരു നന്ദി പറയാണ്. അതെ, തന്നോടൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അല്ല എന്തിന്, അല്ല താനൊരു ഐഡിയ പറഞ്ഞല്ലോ, ഐസ് കട്ട മുകളിൽ കയറ്റി വെച്ചിട്ടാണ് MLA മകൻ മരിച്ചതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ തലച്ചോറ് കൊണ്ട് ഫ്രീസറി വെക്കാനല്ലേ സാറ് പറഞ്ഞത്. അതിനപ്പത്തെ തമാശക്ക് പറഞ്ഞാടോ. അല്ല തന്നോട് പിന്നെ എന്തിനു സംസാരിക്കുമ്പോഴേ താൻ തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ. ആദ്യം തന്നെ 2-3 ദിവസം കണ്ടപ്പോഴേ തന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ താൻ 10 വാക്കായിട്ട് ഇരട്ടി പറയും. എന്തൊക്കെയായിരുന്നു, എനിക്കെതിരെ സമരം നടത്തുന്നു, എനിക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി, താനിപ്പോ എന്താ ആകെ ഉടഞ്ഞു പോയ പോലെ? തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സർ, നമ്മൾ പുറമേ കാണുന്ന പോലെയല്ലോ മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി അവിടെ നിന്ന് പോകുന്നുണ്ട്. അജയ്ക്ക് കാര്യം മനസ്സിലായി, ഭൂമിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെന്ന്. ആ പ്രശ്നം തുടങ്ങിയത് ഇന്നലെ ആയിട്ടാണെന്ന് മനസ്സിലാവുകയും ചെയ്തു അജയിന്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഭൂമിനെ ഫോൺ വിളിക്കുന്നുണ്ട്. മോളെ, എന്നെ മനസ്സിലായോ? ഞാൻ സൗഭാഗ്യ മുത്തശ്ശിയാണെന്ന് പറയാണ്. മനസ്സിലായി മുത്തശ്ശി. എന്താ മുത്തശ്ശി വിളിച്ചത്? അതെ, കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ നിവേദിച്ച ആ പാൽപ്പായസവും ഉണ്ണിയപ്പൊക്കെ അതിഗംഭീരമായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലൊരു ചെറിയൊരു പൂജ വെക്കുന്നുണ്ട്, കുടുംബക്കാരൊക്കെ ഉൾപ്പെടുത്തി ഒരു പൂജ, ഒരു ഐശ്വര്യ പൂജ. എന്റെ കൊച്ചുമകന്റെ വിവാഹ നിശ്ചയിക്കൽ ചടങ്ങും കൂടി നടത്തുന്നുണ്ട്. അപ്പൊ ആ ദിവസത്തേക്ക് പാൽപ്പായസവും കുറച്ച് ഉണ്ണിയപ്പോ ഒക്കെ മോൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പറയാണ്. അതിനെന്താ മുത്തശ്ശി, ഞാൻ കൊണ്ടുവരാലോ എന്ന് പറയാണ്. പൈസ എത്രയും തരാട്ടോ, കാരണം അത്ര നല്ല സൂപ്പറാണ് പാൽപ്പായസിന്റെ. കറക്റ്റ് മധുരം, കറക്റ്റ് വേവ്, അതുപോലെ ഉണ്ണിയപ്പം എന്നുണ്ടെങ്കിൽ വായിലിട്ട് അലിഞ്ഞു പോകും. അതുകൊണ്ട് മോൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാവോ? ഞാൻ കൊണ്ടുവരാം, നേരിട്ട് വീട്ടിലേക്ക് വന്നാ പോരെ? അത് മതി എന്ന് പറയാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഭൂമി ഭയങ്കര തിരക്കിലാണ്, ഉണ്ണിയപ്പം ഉണ്ടാക്കലും പായസം ഉണ്ടാക്കലൊക്കെ. അപ്പൊ അംബികയും ലക്ഷ്മിയൊക്കെ സഹായിക്കുന്നുണ്ട്. അച്യുതൻ ചോദിക്കണ്ടല്ല മോളെ, ഇന്ന് രാവിലെ തന്നെ തിരക്കാണല്ലോ, എന്താ അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? അയ്യോ അച്ഛ, അമ്പലത്തിലല്ല വിശേഷം, ഒരു മുത്തശ്ശിക്ക് കൊടുക്കാനായിട്ടാണ് ഇത്. ആണോ? മോള് ഒറ്റയ്ക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലച്ചാ, ഓട്ടോ വിളിച്ചാലോ എന്ന് ആലോചിക്കുക. അതിനെന്താ മോള് ഓട്ടോ, നമ്മുടെ കാറില്ലേ? അതിന്റെ പൊന്നച്ച, ആ കാറ് വേണ്ട, CC കാറേ അവിടെ എത്തുമ്പോഴേക്കും സമയമാകും. ഇല്ല മോളെ, അത് നിൽക്കില്ല, ഞാൻ പറഞ്ഞില്ലേ, അത് നിന്നാ അച്ഛന്റെ മരണം. അച്ഛ, ഇങ്ങനെയൊന്നും പറയല്ലേ. എന്നാ മോള് വണ്ടി കയറ്, ഞാനും കൂടി വരാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അച്യുതനും കൂടി പോകുകയാണ്. അപ്പൊ അച്യുതൻ അറിയില്ല ഇന്ന വീട്ടിലാ പോണേന്ന് അച്യുതൻ അറിയില്ല കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും അച്യുതന് ഷോക്കാവാണ്. ഈ വീട്ടിലാണോ? അതെ. അച്ഛനെന്താ ഈ വീട് നേരത്തെ അറിയാവോ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അച്ഛാ. സാധനങ്ങൾ എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. പെട്ടെന്നാണ് അച്യുതൻ മുകളിലേക്ക് നോക്കുമ്പോഴേക്കും അവിടെ നിന്നിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ കാണുന്നത്. അവരെ കാണുമ്പോ തന്നെ അച്യുതൻ ആകെ ഷോക്കാവാണ്. ഈശ്വര, അപ്പോ ഞാൻ വിചാരിച്ച വീട് തന്നെ ഇവര്. അപ്പോ ഇവരിവിടെ ഇപ്പോഴും ഉണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ പഴയ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ആലോചിക്കുക കേട്ടോ. അതായത് മുമ്പ് നടന്ന സംഭവങ്ങൾ അച്യുതൻ ആലോചിക്കുകയാണ്. ഒരു 22 വർഷം മുമ്പത്തെ കാര്യം. അതായത് അന്ന് നമ്മുടെ 22 വർഷം മുമ്പ് നമ്മുടെ അച്യുതൻ ആ സമയത്ത് ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ടാക്സിയെ ഓടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അച്യുതന്റെ കാറിന്റെ മുമ്പിൽ ഒരു ചെറിയ പെൺകുട്ടി, 2.5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. അറിയാതെ വണ്ടി മുട്ടിയിട്ടൊന്നുമില്ല, മുട്ടുന്ന മുമ്പ് തന്നെ ആ കുട്ടി വീണു പോകുകയാണ്. അച്യുതൻ ആകെ ഷോക്കായിട്ട് വേഗം തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ, ഭാഗ്യം, കുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിനെ വാരിയെടുക്കാണ് അച്യുതൻ. എന്നിട്ട് മോൾ എന്താ ഇവിടെ, മോളുടെ അമ്മ എവിടെ, മോളുടെ അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു ലോക്കറ്റ് ഉണ്ട്, പാമ്പിന്റെ അടയാളമുള്ള ഒരു ലോക്കറ്റ്. അതാണ് ആ കുട്ടിയുടെ അടയാളം. അത് വേറെ ആരുമില്ല, നമ്മുടെ സത്യന്റെ മകളാണ്, അതായത് അഭിരാമി, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഭൂമി. ആ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അച്യുതൻ. തൊട്ടു പിന്നാലെ ഒരു സ്ത്രീ വരുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ ആയിരിക്കും ആ കുഞ്ഞിന്റെ അമ്മ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അച്യുതൻ ആ സ്ത്രീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സ്ത്രീ അടുത്തേക്ക് വരുവാണ്. ആ സ്ത്രീ വേറെ ആരുമല്ല, ഭവാനിയാണ് കേട്ടോ. ഭവാനിനെ പേടിച്ച് ആ കുട്ടി ഓടിപ്പോണ സമയത്താണ് അച്യുതന്റെ കാറിന്റെ മുമ്പിലേക്ക് വന്നത്.
അങ്ങനെ ഭവാനി അച്യുതൻ അങ്ങനെ പരിചയപ്പെടാണ്. ഭവാനി അച്യുതന്റെ വീട് തൊട്ടടുത്താണ്. അങ്ങനെ ഭവാനി അച്യുതനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്യാവോ? നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എന്താ മേഡം, നിങ്ങളെ കണ്ട ഏത് വലിയ വീട്ടിലെ മേഡത്തെ പോലെ ഉണ്ടല്ലോ, എന്താ സഹായിക്കേണ്ടത്? അത് നിങ്ങൾ ഈ കുഞ്ഞിനെ എടുക്കണം, എന്നിട്ട് ഏതെങ്കിലും മലമുകളിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് എന്താ നിങ്ങൾ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല, അത് പറയാൻ തന്നെ എനിക്ക് അറിയില്ല, നിങ്ങൾ എന്താ ചെയ്തോ, ഞാൻ പണം എത്രയാണെന്ന് വെച്ചാൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊടുക്കാണ് അച്യുതന്റെ കയ്യിൽ. അപ്പൊ അച്യുതന് ഒരു കാര്യം മനസ്സിലായി, ഇപ്പൊ ഈ കുഞ്ഞിനെ വാങ്ങിച്ചില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇവർ അടുത്ത ആളുടെ അടുത്ത് പോകും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. അവര് പണം മേടിച്ച് കൊച്ചിനെ എന്തെങ്കിലും ചെയ്താലോ? അതോടെ അച്യുതന്റെ ഒരു കാര്യം മനസ്സിലാക്കി, താൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വാങ്ങിക്കാം, പിന്നീടുള്ള കാര്യം പിന്നെ തീരുമാനിക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ കൊച്ചിനെ നമ്മുടെ അച്യുതൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭവാനി പൈസ കൊടുക്കുന്നുണ്ട്, അതും അച്യുതൻ വാങ്ങിക്കുന്നുണ്ട്. ഭവാനി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യണത്. ഭവാനിക്കാരുടെ വിചാരം അച്യുതൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നാണ്. പക്ഷെ ആ കുഞ്ഞിനെ അച്യുതൻ ചെയ്തത് എന്താ വെച്ചാൽ ഭവാനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താണ് ചെയ്തത്. അങ്ങനെയാണ് ആ കുഞ്ഞ് അച്യുതന്റെയും അതുപോലെ തന്നെ നമ്മുടെ അച്യുതന്റെ അംബികയുടെ മകളായി ഭൂമിയായിട്ട് വളർന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അച്യുതൻ അങ്ങനെ മറിഞ്ഞ് അവിടെ നിൽക്കാട്ടോ. ഭൂമി പറയണ്ട, അച്ഛ അകത്തേക്ക് കയറി വാ എന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിയപ്പവും പായസൊക്കെ അകത്ത് നിരത്താണ് നമ്മുടെ ഭൂമിയും അച്യുതനും കൂടി ചേർന്നിട്ട്. ആ സമയത്താണ് നമ്മുടെ ഭവാനിയാണെങ്കിൽ മകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അഞ്ജന, എടി നീ എത്താനായില്ലേ? ഓ ഞാൻ ഇപ്പൊ എത്തും അമ്മേ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജന വീട്ടിലേക്ക് എത്തുമ്പോ തന്നെ ഭവാനി നോക്കുമ്പോ കഴുത്തില് മാലയില്ല. വേഗം തന്നെ ഭവാനി അഞ്ജനെയും കൂട്ടിക്കൊണ്ട് വേഗം റൂമിലേക്ക് പോവാണ്. കഴുത്തില് മാല അണിയിപ്പിച്ചു കൊടുക്കാണ്. നീ എന്താ ഈ മാല ഇടാത്തത്? ഓ ഒരു പഴഞ്ചൻ ഓൾഡ് സ്റ്റൈല് മാല, എനിക്കൊന്നും വേണ്ട ഈ മാല. എടി മുത്തശ്ശിനെ കയ്യിലെടുക്കാൻ ഈ മാല നീ ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ജന അഹങ്കാരം പിടിച്ച ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഭൂമിയും ഉണ്ട്, അഞ്ജനയും ഉണ്ട്. അങ്ങനെ ഭൂമി നോക്കുമ്പോഴേക്ക് ദേ വരുന്നു സത്യനെ കാണുമ്പോൾ ഭൂമിക്ക് സന്തോഷമാവാണ്. സാറേ, സത്യൻ സാറല്ലേ? അതെ, ഭൂമി എന്താ ഇവിടെ? അത് കൊള്ളാം, ഇവിടത്തേക്ക് ഇന്ന് പൂജക്കുള്ള ഉണ്ണിയപ്പം പായസമൊക്കെ ഞാനാ കൊണ്ടുവന്നത്. അത് കൊള്ളാലോ. സാറെന്താ ഇവിടെ? ഇത് എന്റെ വീടാ. കൊള്ളാലോ. ഭൂമി വന്നത് നന്നായി. വാ, ഭൂമി എടുത്ത് കുറച്ച് കാര്യം സംസാരിക്കട്ടെ. എന്തായാലും പൂജ തുടങ്ങാൻ കുറച്ച് സമയമുണ്ടല്ലോ. ഭൂമി വാ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. സത്യന്റെ റൂം കാണിച്ചു കൊടുക്കാണ്. ആ റൂം കാണുമ്പോൾ ഭൂമി ഞെട്ടിപ്പോവാണ്. അവിടെ അതേ തന്റെ ചെറുപ്പത്തിൽ 2 വയസ്സുള്ള തന്റെ വലിയൊരു ഫോട്ടോ വെച്ചിരിക്കുക കേട്ടോ. പക്ഷെ ഭൂമിക്കറിയില്ലല്ലോ അത് താനാണെന്ന്. ഹായ്, ഇതാരാ സർ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ മോളാ, 2.5 വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മോള്. അതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിക്ക് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ. ആ കുഞ്ഞിന്റെ ഫോട്ടോ തന്നെ ഭൂമി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഫോട്ടോയാണ് താൻ നോക്കുന്നത് പോലും ഭൂമിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജന എന്തൊക്കെയോ തരികിട പരിപാടി അടുക്കളയിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അത് ഭൂമി കൈയോടെ പിടിക്കുന്നുണ്ട്. ഭൂമി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും അഞ്ജന അത് തിരിച്ച് എന്തൊക്കെയോ മറുപടി പറഞ്ഞ് ഭൂമിനെ വഴക്ക് പറയാൻ വേണ്ടി നോക്കുമ്പോൾ ഭൂമി അഞ്ജനയുടെ മുഖത്തോട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഭവാനി അച്യുതനെ കാണുന്നുണ്ട് കേട്ടോ. അച്യുതൻ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടമാണ്. എന്നിട്ട് ഇവരെ ചാർപ്പി പോയിട്ട് ഒളിച്ചു നിൽക്കുവാട്ടോ, ഇരുട്ടത്ത് ഒളിച്ചു നിൽക്കാണ്. ഭൂമി അവിടെയൊക്കെ അച്യുതനെ തപ്പുന്നുണ്ടെങ്കിലും കാണുന്നില്ല. അപ്പൊ പിന്നീട് അച്യുതൻ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെയാണ് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ വേണ്ടി പോണത്. എന്തായാലും ഭൂമി തന്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നുണ്ട്. അഞ്ജനനെ കാണിക്കുന്നുണ്ട്. ഭൂമിയുടെ കഴുത്തിലെ മാല മുത്തശ്ശി ശ്രദ്ധിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. കണ്ടോ ഇല്ലയോ എന്തായാലും ആ പ്രൊമോയിലെ ആ ഒരു ഭാഗവും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല സർപ്രൈസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി. പിന്നെ അജയ് നമ്മുടെ സത്യനെ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. അച്ഛൻ വല്യമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വല്യമ്മായിനെയും അതുപോലെ തന്നെ അഭിരാമിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, 2 മാസത്തിനുള്ളിൽ കണ്ടുപിടിച്ചിരിക്കും എന്നൊരു വാക്കും കൊടുക്കുന്നുണ്ട് അജയ്. അപ്പൊ പ്രൊമോ ഇത്രയും കാണിച്ചുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.